കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ കലൂർക്കാട് ഫയർ സ്റ്റേഷനിൽ വെള്ളം കയറി. സ്റ്റേഷൻ വളപ്പിലും ഓഫീസിനകത്തും ഒരുപോലെ വെള്ളം ഉയർന്നതോടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും കടുത്ത പ്രതിസന്ധിയിലായി. കനത്ത മഴയിൽ കെട്ടിടങ്ങളിലും വാഹനങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. കനത്ത മഴയിൽ കല്ലൂർക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ കെട്ടിടത്തിൽ വൻ വെള്ളപ്പൊക്കം. സ്റ്റേഷൻ വളപ്പിലും ഓഫീസിനകത്തും ഒരുപോലെ വെള്ളം ഉയർന്നതോടെ അടിയന്തര ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് തുണയാകേണ്ട ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലായി. സ്റ്റേഷൻ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഫയർ എഞ്ചിനുകൾ, ആംബുലൻസ്, ഉദ്യോഗസ്ഥരുടെ ഇരുചക്ര വാഹനങ്ങൾ എന്നിവയെല്ലാം പകുതിയോളം വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. ഓഫീസിനുള്ളിലേക്ക് ശക്തമായി വെള്ളം കയറിയതിനെ തുടർന്ന് കമ്പ്യൂട്ടറുകൾ അടക്കമുള്ള ഉപകരണങ്ങൾക്കും ഫർണിച്ചറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കൂടാതെ നിരവധി പ്രധാനപ്പെട്ട സർക്കാർ ഫയലുകളും ഔദ്യോഗിക രേഖകളും വെള്ളം കയറി നശിച്ചതായാണ് വിവരം. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന ആരോപണം ശക്തമാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് കൃത്യമായി നടത്താത്തതും സ്റ്റേഷന് സമീപത്തു കൂടി കടന്നുപോകുന്ന തോടുകൾ മാലിന്യവും മണ്ണും അടിഞ്ഞു കിടക്കുകയാണെന്നതുമാണ് നേരിയ മഴയിൽ പോലും ഇത്രയധികം വെള്ളം കയറാൻ ഇടയാക്കിയത്. നിലവിൽ 40ഓളം ജീവനക്കാരാണ് ഈ സ്റ്റേഷനെ ആശ്രയിച്ച് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇവരുടെ സുരക്ഷ പോലും ഇപ്പോൾ ചോദ്യചിഹ്നമായിരിക്കുകയാണ്. നിലവിലെ കെട്ടിടത്തിന്റെ പരിതാപകരമായ അവസ്ഥ കണക്കിലെടുത്ത് കല്ലൂർക്കാട് ഫയർ സ്റ്റേഷനായി പഞ്ചായത്ത് അടിയന്തരമായി സ്വന്തമായി പുതിയ കെട്ടിടം പണിത് നൽകണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. മറ്റുള്ളവരെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ട ഒരു സേവന വിഭാഗം ഇത്തരം സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ജനങ്ങൾ പറയുന്നു. നിലവിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വെള്ളം ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത്. ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അത് മേഖലയിലെ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങളെ മുഴുവൻ ബാധിക്കുമെന്നതിനാൽ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഇടപെട്ട് തോട്ടിലെ തടസ്സങ്ങൾ നീക്കാനും വെള്ളമിറക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.